നിങ്ങൾ മരിച്ച് ഇന്ന് 41 എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റണില്ല. നിങ്ങളെ ഓർമ്മിക്കാത്ത ഒരു ദിവസവും ഇല്ല. ഞാൻ നിങ്ങളെ എങ്ങനെ മറക്കും? നിങ്ങൾ മരിച്ച് 41 ദിവസമേ ആയുള്ളൂങ്കിലും 82 പെണ്ണുങ്ങളെ വീട്ടിൽ നിന്നാണ് പരാതിയും കൊണ്ട് നാട്ടുകാർ വരണത്. എനിക്കറിഞ്ഞൂടെ ഈ മനുഷ്യൻ എന്തെന്ന്. ഇങ്ങനെ ജീവിച്ചിരുന്നപ്പോ ഈ ഗ്രാമത്തിലുള്ള ഒരു പെണ്ണുങ്ങളും മനസമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടില്ല. ഈ മരിക്കുമ്പോഴെങ്കിലും ഒരു സമാധാനം കൊടുത്തൂടെ? ഇപ്പൊ എല്ലാ പെണ്ണുങ്ങളെയും വീട്ടില് രാത്രിയാവുമ്പോ ആത്മാവായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കണമെന്ന് പറഞ്ഞ് അവര് പരാതിയും കൊണ്ട് വന്നേക്കണിഞ്ഞ്. നിങ്ങൾക്ക് എന്തരന്റെ കുരുവെന്നേ നിങ്ങൾക്ക് തികയണില്ലേ? നിങ്ങൾക്ക് ഇന്നത്തോടെ നിങ്ങളെ കുന്തളിപ്പ് ഞാൻ അവസാനിപ്പിക്കും. അതിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുമുണ്ട്. നിങ്ങളെ വല്ല പാവയ്ക്കകത്തും കയറ്റി ആണിയടിച്ച് വല്ല കാശിയിലോ രാമേശ്വരത്തോ, ഇനി അതൊന്നിനും പറ്റിയില്ലെങ്കിൽ വല്ല തോട്ടിലെങ്കിലും ഞാൻ കൊണ്ടുവന്ന് ഒഴുക്കും. ഞാൻ ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? 11:30 മണിയായി. പെണ്ണുങ്ങൾ കുളിക്കാൻ കുളക്കളത്തിൽ പോണ സമയമായി. അപ്പൊ അങ്ങ് പൊയ്ക്കാണുമല്ല ആ പെണ്ണുങ്ങളെ വായും തുറന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ. എന്താടാ ഉമേഷേ? എനിക്ക് ടൂർ പോകാൻ പറ്റണില്ല. ഭയങ്കര ബുദ്ധിമുട്ടാ. ഈ 2 പാളയത്തോടെ പഴമെടുത്ത് വിഴുങ്ങും, പെട്ടെന്ന് പോകും. അതല്ലെന്ന്, എനിക്കും എന്റെ ഭാര്യയ്ക്കും കൂടി ഹണിമൂണ് പോകാൻ പറ്റുന്നില്ലാന്ന്. അയ്യോ, അങ്ങനെ പറയരുത്. കല്യാണം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഹണിമൂണിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കടവും കാവലും മാച്ചെങ്കിലും നിങ്ങൾ കൊണ്ടുപോകണം. ചേച്ചി 2 ദിവസമല്ലേ ഉള്ള എന്റെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഹണിമൂണിന്റെ ഒരു കാര്യം സംസാരിക്കാനാ വന്നത്. ഇറച്ചി കയറി വന്നപ്പോഴേ എനിക്ക് തോന്നി 41 കഴിഞ്ഞ് ശാമ്പ്രാണത്തിരി അണഞ്ഞില്ല. അപ്പൊ അവൻ വന്നേക്കണ്. ചേച്ചി ഞാൻ പറയുന്നത് മിണ്ടണ്ട. 16 കഴിഞ്ഞപ്പോ മുതൽ ഓരോരുത്തന്മാർ കുറുവാൻ തുടങ്ങിയതാണ്. എന്തെന്ന് പറയണ, ആ മരത്തിരിക്കുന്ന പ്രാവ് വരെ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി. ചേച്ചി ഞാൻ പറയുന്ന കേക്ക്. നിങ്ങൾ അതല്ലെന്ന്, ഞാനും എന്റെ ഭാര്യയും കൂടി ഹണിമൂണിന് ഊട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അവള് പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് ഭാഗത്ത് കയറാന്ന് പറയും. കട്ടിലിൽ കൊണ്ട് എന്നെ അങ്ങ് ഇരുത്തി. എന്നിട്ട് ഇങ്ങനെ കണ്ണി അങ്ങ് നോക്കി. ഇതേ നോട്ടം. എന്നിട്ട് ചുറ്റും അവിടെ ഒരു നോട്ടം. ആരുമില്ല പറ. എന്നിട്ട് എന്റെ അടുത്തോട്ട് വന്നിട്ട് ചുണ്ടി പിടിച്ച ഒരു കടി. അതൊക്കെ നീ എന്റെ അടുത്ത് വന്ന് പറയണേ. കടിച്ചതാര്? നിങ്ങളുടെ കെട്ടിയ ഒരു രഘു. എന്റെ പെണ്ണുമ്പുളുടെ നേരത്തെ നിങ്ങളുടെ രഘുവിന്റെ ബാധ കയറിയെന്ന്. എന്റെ ലിപ്രോക്ക് രഘു. എനിക്ക് ഈ അഴുക്ക കഥ കേക്കണ്ട. എങ്ങനെയാ രഘുവിന്റെ മാതെടുത്ത് പാമ്പറയച്ച്? എന്നാ അവളോട് വരാൻ പറയടാ. കണ്ട സർഗത്തിലെ കുട്ടൻ തമ്പുരാനെ പോലെ നടക്കുന്ന കളിയാക്കല്ലത്. ക്യാരക്ടറോ? കുട്ടൻ തമ്പുരാൻ എപ്പോഴും എവിടെയാണ് ഇരിക്കുന്നത്? കുളിക്കടവി. അങ്ങേര് 24 മണിക്കൂർ അവിടെ തന്നെ. സ്കാൻ ചെയ്യണ. ആരെങ്കിലും ഉണ്ടോ നോക്കണം. ഈ മൂത്തോട്ട് നോക്കടാ. തുടിക്കുന്നുണ്ട്. പെണ്ണുങ്ങളെ കണ്ട അപ്പ തുടിക്കും. എന്താടി രാധേ പൊന്നെ? ഞാൻ ഇല്ലാത്ത സമയത്ത് എന്റെ പെണ്ണുപിള്ളയായിട്ട് എന്തുവാണ് അവിടെ കാര്യം? ഒരു കാര്യമില്ല, ചോദിച്ചു മേടിച്ച്. ചിന്നുമോളെ, ഒരു പൂവിനെ നിശാശലഭം തൊട്ടുണർത്തും നീലാക്കുളിൽ ഒന്നു ചേരും നേരമായി പനിനീരിൽ ഇത് വിളയല്ല. പോയി ഒരു തീപ്പെട്ടി എടുത്തോണ്ടോ അടി. അണ്ണാ, ഇങ്ങനെ ബീഡി വലിക്കല്ലേണ്ണ. വലിച്ചാ പിന്നെ നിർത്താൻ പറ്റൂലണ്ണാ. ആര് പറഞ്ഞു നിർത്താൻ പറ്റൂലെന്ന്? ഞാൻ 2 മാസം നിർത്തി വെച്ചിരുന്നല്ലേ. എടി, അലമാരിക്കാത്തിരുന്ന ചത്തപ്പ നിന്റെ തന്തയാണ് എനിക്ക് ബീഡിയും തീപ്പെട്ടി വാങ്ങിച്ചു തന്നത്. അല്ല, അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ബീഡി എങ്ങനെ കിട്ടി? അവന്റെ പെണ്ണിന്റെ ബാഗിനകത്തുനിന്ന്. എടാ, നിന്റെ പെണ്ണ് വലിക്കോടാ? കുടിക്കുമ്പോ മാത്രം. കുടുംബം. അതൊക്കെ എന്റെ ഭാര്യനെ കണ്ടു പഠിക്കാൻ പറ. അവള് തങ്കക്കുടമാണ്, തങ്കക്കുടം. അവളൊന്നും ചെയ്യൂല. ചേച്ചി ഇങ്ങ് വന്നാണ്. എനിക്ക് എങ്ങനെയാ ഹണിമൂണിന് പോണം? രഘുവിന്റെ അടുത്ത് ഇറങ്ങി പാമ്പറയച്ച്. നീ പോയി പറ. ചെബുക്കലുള്ള കടി വരും. നിനക്ക് ഹണിമൂണിന് പോണോ? അപ്പൊ ഒരടി വാങ്ങിച്ചോ. രാധേ, രഘുവണ്ണ എങ്ങനെയും ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോവണ്ണ. ദേ കിടന്ന് തുടിക്കണ്. ഇത് ഞാനിപ്പോ എന്തോ ചെയ്യുവോ? ഒരു കണക്കിന് ചേച്ചി പറഞ്ഞത് കറക്റ്റാണ്. രഘുണ്ണ ഒരു ഞരമ്പ് തന്നെ. രഘുണ്ണ ഞരമ്പല്ലേ ചേച്ചി? രഘുണ്ണ ഞരമ്പല്ലേ? രഘുണ്ണ. അയ്യോ, ദാ ഇവിടെ തുടിക്കണ്, അവിടെ തുടിപ്പില്ല. അപ്പൊ ഇത് രഘുവണ്ണൻ. ചേട്ടാ, എനിക്ക് എന്ത് പറ്റിയേട്ടാ? എനിക്ക് കുറെ സംഭവം പറ്റി, ഞാൻ പറഞ്ഞു തരാം. ഒരു കണക്കിന് രഘുവണ്ണ അങ്ങോട്ട് മാറി. അപ്പൊ താങ്ക്സ് പറഞ്ഞിട്ട് പോകാം. രഘുവണ്ണ കുറെ നേരം നിങ്ങൾ എന്തൊക്കെ കാണിച്ചെന്നറിയുമോ ഇവിടെ? എന്തുവാടാ എനിക്ക് പറ്റിയത്? എനിക്ക് എന്തോ പറ്റിയടാ?
രഘുണ്ണനല്ലേ ഇത്? വൃത്തിയായിട്ടവളെ സ്വന്തം കെട്ടിയ നിൽക്കുമ്പോ കണ്ട പുരുഷനെ കയറി പിടിക്കുന്നു. അയ്യോ, ദാ രഘുവണ്ണ, എന്റെ രഘുവണ്ണ, നിങ്ങൾ പാർട്ടിക്കാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ എവിടെങ്കിലും ഒരിടത്ത് നിൽക്കുന്നു. ഞാനിപ്പോ ഹണിമൂണിന് എന്തോ ചെയ്യും. ചേച്ചി, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ എവിടെയും കൊണ്ട് ഹണിമൂണിന് പോകാൻ പോവുക കേട്ടോ. അലവലാതി, അവളെ കൊണ്ട് ഞാൻ പോകൂടാ ഹണിമൂണിന്. ദൈവമേ, കേൾക്കൂ, ഇവിടെയും വന്ന് കയറി. ഇത് ഒരു വാരക്ക് വല്ലാത്ത ഏർപ്പാടായി പോവല്ലേ. അയ്യോ, അടുത്തടുത്തിളകി. എനിക്കറിഞ്ഞൂടാ. മാഞ്ഞുപോകും മഞ്ഞണി തിങ്കളിൽ സൂര്യപരാഗം കുതിരുമ്പോൾ എനിക്കെന്തു പറ്റിയടാ? ഇവിടെ പറ്റിയതൊന്നും പുറത്തു പറയാൻ കൊള്ളത്തില്ല, അതുകൊണ്ട് ഞാൻ പറയണില്ല. അയ്യോ, ദേ രഘു ഇവിടെ കേറി. ഇതൊരു ആത്മാവേ പോ. നമസ്കാരം, ഞാൻ ജോജു ജോർജ്. അയ്യോ, അല്ല. ഓജോ ജോജോ. കറക്റ്റ് അതാണ് എന്റെ പേര്. എന്റെ പേര് തന്നെ ഞാൻ ഇടയ്ക്ക് മറന്നു പോകും. ഏതാ ബാധ? രാധാബാധ. അയ്യോ, ഹിന്ദി സിനിമയുടെ പേര് പറഞ്ഞു കളിക്കാനാണോ ഞാൻ വന്നത്? അല്ല, അതെന്റെ ഭാര്യ രാധ. അവളുടെ ദേഹത്താണ് ബാധ. ആണ്ട്രാ, മുറ്റുബാധയാണുള്ളത്. കണ്ണടച്ച് കാണിക്കണം. കണ്ട, അതെന്റെ പെണ്ണുമുള്ളയാണ്. അവളുടെ ദേഹത്ത് ഈ ചേച്ചിയുടെ ഭർത്താവ് രഘു കേറിയിട്ടുണ്ട്. അതിനെയാണ് ഒഴിപ്പിക്കേണ്ടത്. ഓക്കെ, പിടി. മല, മരം, കാട്, പുഴ, മണിയുടെ LP സ്കൂൾ. മണിയുടെ LP സ്കൂളോ? അയ്യോ, എന്റെ കൊച്ചു സ്കൂളിൽ കൊണ്ടുപോകുന്ന ചാർട്ട് പേപ്പർ ആണല്ലോ ഓജോ ബോർഡ് എന്ന് പറഞ്ഞ് ഞാൻ എടുത്തോണ്ട് വന്നത്. അപ്പൊ ഓജോ ബോർഡ് അവിടെ? ഓജോ ബോർഡും കൊണ്ട് അവന് സ്കൂളിൽ പോയി കാണും. ഇനി അവിടെയുള്ള ആത്മാക്കളെയൊക്കെ മൊത്തം വിളിച്ച് അവൻ വീട്ടിട്ട് കൊണ്ടുവരില്ല. ദൈവമേ, ഇത് നടക്കൂല. പറഞ്ഞു വിടുക ചെയ്യാളെ. അയ്യോ, അങ്ങനെ പറയരുത്. ടെക്നോളജി വളർന്ന് വലുതായില്ലേ. എന്റെ സെറ്റപ്പ് ഉണ്ട്. എന്നിട്ട് പെട്ടെന്ന് ലാപ്ടോപ്പ്. എന്നിട്ട് ടോപ്പ് എവിടെ? ടോപ്പാണ് ഈ കിടക്കണത്. ഞാൻ ആ മേശിന് വിചാരിച്ചു പറഞ്ഞതാണ് 1.5 ഇഞ്ചിന്റെ വിചാരി വെച്ച് മുറുക്കി തടാന്ന്. മൂന്നാമത്തെ പ്രാവശ്യം അവൻ പറ്റിക്കണം. എന്തെങ്കിലും ചെയ്യും. ഇതിന് വള്ളിയൊന്നും ഇല്ലല്ലോ. ഈ വള്ളി പോരെ. ഒന്ന് പെട്ടെന്ന് ശരിയാക്കി താ. ഹലോ, വീഡിയോ ഉണ്ടോ? എന്തിനാ? വലിക്കാനാ. വലിച്ചു. അവക്ക് എപ്പോഴും ഇങ്ങനെ ബീഡി വലിച്ചോണ്ടേ ഇരിക്കണം. ഒരു കഷ്ണം കരുത്തെ ചുറ്റി കൊടുത്തേ ചുറ്റിക്കൂടെ അങ്ങോട്ട് വലിക്കട്ടെ. വലിച്ചോ. എന്നാ ബീഡി. ഇതെന്തിനു തികയെ? ഇതൊന്നും തികയൂല. തികയില്ലേ? കുമ്പിള് കുത്തറ കൊടു. എന്നാ വലിച്ചോണ്ടിരി. 2 ദിവസം അവിടെ ഇരുന്ന് ഉറപ്പിച്ച് വലിച്ചു. ഓജോ ബീഡി. ഗോസ്റ്റോഗ്രാം ഇൻസ്റ്റാഗ്രാം അല്ലേ? അത് മനുഷ്യന്മാർക്ക്. ഇത് പ്രേതങ്ങളുടെ സൈനമാണ്. ഗോസ്റ്റോഗ്രാം. ഗോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേതം. ഗ്രാം എന്ന് പറഞ്ഞാലോ? ഗ്രാമം. ഗ്രാമത്തിലാണ് മൊത്തം പ്രേതങ്ങൾ. അവിടുന്ന് വേണം എനിക്ക് ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ. അപ്പൊ ആത്മാവിനെ വിളിച്ചോട്ടെ. അവിടെ നിന്ന് എന്തിനാണ് വിളിക്കണത്? എടാ, ഇവക്കടെ ദേഹത്ത് കയറിയേക്കണത് അജാനുബാഹുവായ ഒരു ബാധയാണ്. അപ്പൊ ഇവളെ അടിച്ചൊതുക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആത്മാവിനെ തന്നെ നമുക്ക് വിളിക്കണ്ടേ? വേണം. അതിനു വേണ്ടിയാണ് ഞാൻ നോക്കണത്. വേണോ? വേണം. നിങ്ങൾ ആദ്യം ഒരു തീരുമാനിക്ക്. വേണോ വേണ്ടയോ? വേണം. ഓക്കെ, അപ്പൊ ഞാൻ വിളിക്കാൻ പോവുകയാണ്. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. വന്നു. അമ്പടാ, അതേ റേഞ്ചിൽ തന്നെയുള്ള ആത്മാവാട്ടോ. പക്ഷെ ആളൊരു പാകിസ്ഥാൻകാരനാ. പേരെന്തുവാ? അംജദ് ഖാൻ. ട്രക്ക് ഡ്രൈവറാ. ട്രക്ക് മറിഞ്ഞുള്ള അപകടത്തിൽ മരിച്ചു പോയതാ. കുഴപ്പമില്ല, അത് മതി. ഡീറ്റെയിൽസ് ഒന്നും കൂടി നോക്കാം. നോക്ക്. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. കുഴപ്പമില്ല. എന്ത് കുഴപ്പം? എടാ, അവൻ ഒറ്റക്കല്ല മരിച്ചേക്കണത്. പിന്നെ അവന്റെ കൂടെ തീവ്രവാദികളായിരുന്ന 50 പെണ്ണുങ്ങളും ആ ട്രക്കിലുണ്ടായിരുന്നു. അതുങ്ങളും കൂടിയാ മരിച്ചേക്കണം. മൊത്തം 51 ആത്മാവ്. അപ്പൊ 51 എണ്ണത്തിനെ കൊണ്ടാണ് ഇങ്ങനെ ഇവിടെ വിളിച്ചു വരുത്തിയേക്കുന്നത്. എടാ, ഒരു ആത്മാവിനെ കളയാൻ പറഞ്ഞപ്പോ താൻ ഉള്ള 51 എണ്ണത്തിനെ കൊണ്ട് തന്റെ ഒരു ലാപ്ടോപ്പ് ഇറങ്ങി പോടോ അവിടെ നിന്ന്. എടാ, നീ കരയണ്ടടാ. അയ്യോ, എന്റെ ചേട്ടൻ എന്ത് പറ്റി? അയ്യോ, രഘു പോയാ? രഘുണ്ണൻ പോയാ? എന്റെ ചേട്ടൻ എന്ത് പറ്റി? അയ്യോ, രഘുണ്ണ അപ്പൊ ഇവിടെ വന്ന്. അണ്ണാ, രഘുണ്ണ. രഘുവല്ല, പിന്നെ ആ പാകിസ്ഥാനിൽ നിന്ന് വന്ന അംജിത്ത് ഖാൻ. അയ്യോ, അംജത്തണ്ണ, എന്റെ രഘുണ്ണ എവിടെ അണ്ണാ? അവൻ 50 പെണ്ണുങ്ങളുമായി സുഖിക്കാൻ വേണ്ടി പോയേക്കെന്ന്. പാകിസ്ഥാനിലേക്കാ? അല്ല, പട്ടായയിലേക്ക്. Kannan Devi Group presents West on Flowers Aka Ponnonakazha 2025.